സർവം നമാമ്യഹം. ശ്രീപാദം ഭജേ ശ്രീലാംഗം ഭജേ അംബേ മൂകാംബികേ അംബേ ജഗദംബികേ മായേ തായേ ദുർഗേ ദുഷ്ടനിഗ്രഹേ ധന്യേ നമാമ്യഹം. ശംഖം ചക്രം കേളി പത്മപല്ലവം സർവം നമാമ്യഹം. എന്താ കാഴ്ച കണ്ട് നിൽക്കുക? നാട്ടിലെ തറവാട്ടിലെത്തിയ പോലെ തോന്നുന്നുണ്ടാവില്ലേ? ഏയ് ഒന്നുമില്ല, ഞാനിങ്ങനെ വെറുതെ. നാളെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ വക, ഡിന്നർ താനുണ്ടാക്കണം. പിന്നെ ഈ ഇസ്ത്രീയിടല് അതാഴ്ച ഒരിക്കൽ മതി. ദിവസം ഓരോ പേര് ഇസ്ത്രീയിടൽ തന്നെ നടക്കണില്ല. എന്നിട്ടാ? അതല്ല, നമുക്കൊക്കെ ഒന്ന് സിസ്റ്റമാറ്റിക് ആയി ചെയ്യണം. യോ, ഇതുവരെ ഒറ്റയ്ക്ക് ഓടിച്ചാടിയൊക്കെ നടന്നു. ഇനി അത് പറ്റില്ല. ഡ്യൂട്ടീസ് ഒക്കെ ഒന്ന് ഡിവൈഡ് ചെയ്യണം. ഇന്ന് ഞാനൊരു ജോലി, താനൊരു ജോലി. എന്താ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് വിവാഹം. അതിനിടയ്ക്ക് അതിൽ റിസർച്ച് നടത്തിയോ? പിന്നെ അതും പഠിക്കണ്ടേ? സുനിൽ അതിന് കുക്കിംഗ് വല്ലതും അറിയോ? അതറിയില്ല. ഞാൻ താജ് ഹോട്ടലിലെ ഷെഫായിരുന്നില്ലേ പണ്ട്. അതെ, ഇതിനാ വിവരമുള്ള ഒരു പുസ്തകം എഴുതി വെച്ചിരിക്കണം. ഉള്ളി 2 സ്പൂൺ, മുളക് പൊടി 4 എന്നൊക്കെ. അതറിയില്ല. പുസ്തകം വായിച്ച ആർക്കും എന്തും ഉണ്ടാക്കാം. പക്ഷേ അത് കഴിക്കാൻ കൂടി പറ്റണം. സത്യം. ആരും നോക്കുന്നു. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ ഹരിഹരൻ, ഡാർലിംഗ് ഹരിഹരൻ എല്ലാവരും വിളിക്കും. യുവർ നെയ്ബർ, നിങ്ങളുടെ അയൽക്കാരൻ, നല്ലവനായ അയൽക്കാരൻ. ഡാർലിംഗ് പ്രൊഡക്ട്സ് എന്നാണ് കമ്പനിയുടെ പേര്. കമ്പനി വീട് തന്നെയാണ്. മല്ലിപ്പൊടി, മുളകുപൊടി, മസാലപ്പൊടി, സാമ്പാർപ്പൊടി തുടങ്ങിയ എല്ലാ പൊടികളും ഈ കോളനിയിൽ സപ്ലൈ ചെയ്യുന്നത് ഞാനാണ്. ഈ കമ്പനിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, മുതൽ ആദ്യം തരുന്നു, പണം ഞങ്ങൾ പിന്നീട് വാങ്ങുന്നു. ഞങ്ങളുടെ ഈ കമ്പനിയുടെ പ്രത്യേകത വേറെന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇന്ത്യയുടെ നാനാ ഭാഗങ്ങളിലും ഈ കമ്പനിയുടെ ബ്രാഞ്ചുകൾ ഇല്ല. അതിന് ഞങ്ങൾക്കിപ്പോ ഒന്നും ആവശ്യമില്ല. അതിപ്പോ തോന്നും, പക്ഷെ പിന്നീട് നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. എപ്പോഴാ ആവശ്യം വരുന്നതെന്ന് അറിയില്ലല്ലോ. ഫോർ എക്സാമ്പിൾ, സോറി സാമ്പിൾ അല്ലട്ടോ, ഉദാഹരണം. നിങ്ങൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ പൊടി ഇല്ലാതെ വരുന്നു. അപ്പോഴായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത് അത് തീർന്നു പോയല്ലോ എന്ന്. മറക്കാതെ ഓർക്കുക, ഡാർലിംഗ് പ്രൊഡക്ട്സിന്റെ സാമ്പാർ പൊടികൾ വാങ്ങി ധാരാളം സ്റ്റോക്ക് ചെയ്യുവിൻ. കേടൊന്നു പോയില്ലേ? ലജ്ജാവധം. ഈ സാധനം ഒരു കൊല്ലത്തേക്ക് അനങ്ങില്ല, ഞാൻ ഗ്യാരണ്ടി തരുന്നു. കേട് വന്നാൽ ഇത് തിരിച്ചെടുക്കുന്നു, പിന്നീട് അത് നിങ്ങൾക്ക് തരില്ല. അതല്ലേ ഈ ലോകം മുഴുവൻ ഞങ്ങളുടെ കമ്പനി അറിയുന്നത്. ഞാനിപ്പോ ആദ്യമായിട്ട് കമ്പനിയുടെ ഞാനും. അത് നിങ്ങളിവിടെ പുതുതായി വന്ന താമസക്കാരല്ലേ? സ്വാമിനാഥൻ സാർ പറഞ്ഞു ഇവിടെ താമസമാക്കിയെന്ന്. നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് ഞാനാണ് അതിന്റെ സെക്രട്ടറി. എന്തോ കരിയുന്ന മണമില്ലേ? ശരിയാണ്. കരിമണം വരാൻ എന്റെ പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ ഇവിടെ കൊടുത്തിട്ടില്ലല്ലോ. ഹലോ മാഡം. ഡാർലിംഗ്, ഞാൻ ഹരിഹരൻ, ഡാർലിംഗ് ഹരിഹരൻ. എന്താ കാര്യം? സുനി, അയ്യോ, ഇത് മാത്രമല്ല, അതിനേക്കാൾ നല്ലതുപോലെ പതിയുന്ന സോപ്പ് ഞങ്ങളുടെ കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. ഇയാൾ പോയില്ലേ? ഇല്ല. ഏതായാലും നല്ല ഐശ്വര്യമുള്ള ആളാണ്. കാലെടുത്ത് വെച്ചപ്പോ തന്നെ ഒരു ഷർട്ട് ഇടും. അല്ല, ചേട്ടൻ കറങ്ങി കറങ്ങി അടുക്കള വരെ എത്തിയല്ലോ. പോകുന്നില്ലേ നെയ്ബറെ? അയ്യോ, അത് പിന്നെ സ്വാമിനാഥൻ സാറ് പറഞ്ഞു ഒന്ന് പരിചയപ്പെടണമെന്ന്. ഞാൻ നേരെ എതിർവശത്തെ വീട്ടിലെ മുമ്പിലെ പുറയില്. എതിർ വീട്ടിലെയോ? എതിർ വീട്ടിലെ അപ്പുറത്തെ താഴത്തെ. അവിടെ നിന്നാണോ രാവിലെ ഒരു കുട്ടി കീർത്തനം പറഞ്ഞു കേട്ടെ? പുഷ്പം. പുഷ്പകളുടെ പേരാ. എന്റെ ഏറ്റവും മൂത്തേട്ടന്റെ മൂത്തേട്ടൻ സുബ്രഹ്മണ്യ അയ്യരുടെ മകളാ. രണ്ടാമത്തേട്ടൻ ശങ്കരാറാണ്. അയ്യര് വെക്കാറില്ല. ആ ഏട്ടത്തി അമ്മ ജാനു. അവർക്ക് 3 കുളന്തകൾ.
ശങ്കരണ്ണ ടൗണിൽ ഒരു കോഫി ഷോപ്പ് നടത്തുന്നു. പിന്നൊരു ഏട്ടൻ വിശ്വനാഥ് അയ്യർ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവാ. പിന്നെ ഞാൻ ഹരിഹരൻ, ഞാൻ അയ്യര് വെക്കാറേ ഇല്ല. 2 ചേച്ചിമാർ കല്യാണം കഴിച്ചു. ഒന്ന് സ്വർണം, ഒന്ന് ശിവകാമി. ഒരാൾ മദ്രാസിൽ, മറ്റൊരാൾ മദ്രാസിൽ. 2 പേർക്ക് 3 കുളന്തകൾ. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് കുട്ടികളുമില്ല. സത്യം. ഇത്രയും ആളുകള് ആ വീട്ടിലാണോ താമസം? അതെ, ഏട്ടത്തിമാരും കുട്ടികളും വരുമ്പോഴാ ഒരു ഉത്സവത്തിന്റെ രസം. വീട് നിറയെ ആളുകൾ, വലിയ കുടുംബം, സന്തുഷ്ട കുടുംബം. പിന്നെ എനിക്ക് ഇതുപോലെ 3-4 പുതിയ വീടുകളിൽ പോകാനുണ്ട്. ഞാൻ ഇറങ്ങട്ടെ. ഇത് ഇവിടെ ഇരിക്കട്ടെ. അയ്യോ വേണ്ട. വേണ്ട, ക്യാഷ് വേണ്ട, ഗിഫ്റ്റ് ആയിട്ട് കരുതിയാ മതി. ഉപയോഗിക്കൂ, വിവരം അറിയൂ. വരട്ടെ. ആളൊരു രസികനാ. ഇത്ര ആളുകളുള്ള വീട്ടില് കഴിയുന്നുണ്ടാവും. എന്തുപറ്റി? ഒന്നുമില്ല. ഏയ് ഒന്നുമില്ലല്ലോ. താൻ വാ. ഇതാണ് ഞങ്ങളുടെ വീട്. പരസ്യത്തിൽ പറയും പോലെ രാശി വീട്. അതപ്പ 24 മണിക്കൂർ ഉറക്കോ ചാപ്പാട് മാത്രമേ ഉള്ളൂ. ഇത് സുബ്രഹ്മണ്യ അണ്ണൻ, ഇത് വിശ്വ അണ്ണൻ. ഹലോ. ശങ്കരണ്ണൻ കോഫി ഷോപ്പ് പൂട്ടിട്ട് വരുമ്പോ രാത്രിയാവും. ഹരിമാമ, ഇവരെന്താ അകത്തേക്ക് വിളിക്കാത്തെ? വാ. ഹലോ, അകത്തേക്ക് വരൂ. ഹലോ, കമ്പ്യൂട്ടർ എക്സ്പെർട്ട് ആണ് ചേച്ചിന്ന് കേട്ടിട്ടുണ്ട്. ആര് പറഞ്ഞു? അതൊക്കെ അറിഞ്ഞു. ഞാൻ ഇക്കൊല്ലം കമ്പ്യൂട്ടർ പഠിക്കുന്നുണ്ട്. അമ്മ, ഇത് താ എതിർ വീട്ട് താമസക്കാര്. ഇത് സുനിൽ, ഫോട്ടോഗ്രാഫർ. ഇത് അവരുടെ സംസാരം. தெரியும் தெரியும். இவ கிறிஸ்டியன், அவ ஹிந்து. அம்மா அப்பாவுக்கு தெரியாம கல்யாணம் பண்ணிண்டவா. இத பாருங்க, இங்க உட்கார்ந்து குறைச்ச விடாதே, உள்ள போய் குறைச்சு விடுங்க. போங்க. ஏண்டா இவங்கிட்ட என்னடா வாய பார்த்துட்டு இருக்க? உள்ள போங்க போங்க. இத பாரு, இவங்கிட்ட உனக்கு என்ன பிசினஸ்? உன் பிசினஸ் எல்லாம் கேட்டுக்கு வெளியில, இங்க வீட்டுக்கு உள்ள கூடாது. தெரிஞ்சுதா? ഞങ്ങള് വെറുതെ ഒന്ന് പരിചയപ്പെടാൻ. இத பாரு, காப்பி எப்ப ஏதாவது வேணா கொடுத்து அனுப்பு. புஷ்பம், இவன் காப்பி குடிச்சதுக்கு அப்புறமா கிளாஸ கொழாடியில கழுகி வை. என்ன? ഒന്നും തോന്നരുത്. അമ്മ ഇങ്ങനെ ഒരക്കൊക്കെ വരണം. ശരി. പുഷ്പം നേരം കിട്ടുമ്പോ അങ്ങോട്ട് വരണം. വരുന്നുണ്ട്. കമ്പ്യൂട്ടറിന്റെ ചില സംശയങ്ങൾ ചോദിക്കാലോ. വന്നോളൂ. ശരി. புஷ்பம், நீ அங்கெல்லாம் போக கூடாது. அங்க அந்த பொண்ணும் பையனும் தனியா இருக்கா. அதெல்லாம் நமக்கு சரிப்படாது. ബിന്ദു ഒന്ന് വേഗം ഇറങ്ങ. മോളെ സ്കൂളിലാക്കി ഓഫീസിൽ ചെല്ലുമ്പോഴേക്കും നേരെ ഒരുപാടാവും. ഹലോ. ഹലോ. ഞങ്ങൾ തൊട്ടടുത്ത വീട്ടിലെ താമസക്കാരാ. അറിയാം, നമ്മുടെ ഡാർലിംഗ് ഹരിയാണ് പറഞ്ഞിരുന്നു. ഇതെന്റെ വൈഫ് ബിന്ദു. ഹലോ. ഇതെന്റെ ബ്രദറിലോ. ഹലോ. ഞാൻ പ്രകാശൻ, ഇവിടെ കോപ്പറേറ്റീവ് ബാങ്കിലാ. മോൾ ഏത് ക്ലാസ്സിലാ? മലയാളം കഷ്ടിയാ. ഞങ്ങൾ അങ്ങോട്ട് വന്ന് പരിചയപ്പെടേണ്ടതാ. രാവിലെ വിചാരിച്ചതുമാണ്. അപ്പോഴേക്കും അച്ഛന് ചെറിയൊരു പനി. പനി കുറവുണ്ടോ? മാറി. അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഓഫീസിലേക്ക് ഇറങ്ങുമോ? അമ്മയുള്ളതുകൊണ്ട് ഒരു സമാധാനം. ഞാൻ നടക്കട്ടെ, ഒരു ഫ്രണ്ട് കാത്തു നിൽക്കും. ശരി. കറണ്ട് ബില്ല് നീ അടക്കില്ലേ? അടക്കാൻ ചേച്ചി. നിങ്ങൾ ഇന്ന് ലീവാണോ? അല്ല, പോകാൻ ഇറങ്ങിയതാ. അപ്പോഴേ നിങ്ങളെ കണ്ടേ. അത് ശരി. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓക്കെ ഓക്കെ ഓക്കെ. പോട്ടെ മോളെ. ബൈ. വാ. என் வீட்டு தோட்டத்தை பூவெல்லாம் கேட்டுப்பார், என் வீட்டு ஜன்னல் கம்பி படிக்கிறா எல்லாமே கேட்டுப்பார். தன்னானி நன்னி தன்னானி நன்னானி தன்னானி தன்னல்ல தானி தன்னினா தன்னானி தன்னி தானி தங்கினா പ്രേമിച്ച് കല്യാണം കഴിച്ചാൽ ഇതാ കുഴപ്പം. പാലായിന്നും കാഞ്ഞിരപ്പള്ളിന്നും കോട്ടയത്തുനിന്നും എത്ര കല്യാണാലോചന വന്നാന്നറിയോ? അതെല്ലാം തട്ടി നീക്കി അവസാനം പ്രേമിച്ച പെണ്ണെ തന്നെ കല്യാണം കഴിച്ചു. എന്നിട്ടിപ്പോ എന്തായി? അവൾക്ക് കഴിക്കാൻ ഭക്ഷണം ഉണ്ടാക്കണം, ഉടുക്കാൻ വസ്ത്രം അലക്കണം എന്ന് വേണ്ട തന്നെ ഞാൻ അങ്ങോട്ട് കയറി പ്രേമിച്ചൊന്നല്ലോ. പുറകെ നടന്നെ വലയ വീട്ടിയിട്ട് ഒരു കാര്യം ചെയ്യും. പാചകം ഞാൻ ചെയ്യാം. ഈ പ്രോഗ്രാം സുനി ചെയ്യും. താൻ ഈ കമ്പ്യൂട്ടറിന്റെ പേരും പറഞ്ഞ് വലയ്ക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ കേട്ടോ. സുനി, ആരാ നോക്ക്. തനിക്ക് പോയി നോക്കിയാൽ എന്താ കുഴപ്പം? ഞാനിപ്പോ ഇവിടെ നിന്നിട്ട് ശരിയാവില്ല. ഒന്നിപ്പോ നോക്കാൻ. എന്റെ കൺട്രോള് പോകുന്നുണ്ട്. പുഷ്പോ, എന്താ ഈ വഴി? ഹേമ ചേച്ചിയോട് കമ്പ്യൂട്ടർ പ്രോഗ്രാമിനെ കുറിച്ച് ചില ഡൗട്ട്സ് ചോദിക്കാനാ. വാ വാ. മൗസേ. അയ്യോ, ഇതാരാ ഇങ്ങോട്ട് വന്നത്? പാട്ടിയം അറിഞ്ഞോ? ഇല്ല. പിന്നെ ഞാൻ വന്നത് ചേച്ചിക്ക് ശല്യായോ? ഒരു ശല്യമില്ല, സന്തോഷമേ ഉള്ളൂ. എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ, ഒരു കൂട്ടെന്നൊക്കെ പറയാൻ നിങ്ങളൊക്കെയല്ലേ ഉള്ളൂ. വല്ലതും മനസ്സിലാവുന്നുണ്ടോ? കുറേശ്ശെ. ഹരിഹരൻ ചേട്ടൻ വീട്ടിലില്ലേ? പുതിയ പ്രോഡക്റ്റുമായി രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുക. വിവിധ തരത്തിലുള്ള സോപ്പ് പൊടിയാണ് പുതിയ ഇനം. അല്ല, ഇതാര് പ്രകാശനോ? പ്രകാശ് ഇപ്പോ രാവിലെ തന്നെ കുക്കിംഗ് ആണോ? അതെ, നമ്മുടെ ഒരു ഗതികേടെ. കുറച്ച് ഒരു കൈ സഹായിക്ക്.
ആ പ്രകാശ് എന്തിനാ വന്നേ? അത് ഞാൻ വന്നത് ഞങ്ങളുടെ ഒരു ക്ലയന്റ് എന്തോ അലക്കുനില ഉണ്ടാക്കുന്ന പാർട്ടിയാ. ഒരു ടി വി ഓട് വേണമെന്ന് പറഞ്ഞിരുന്നു. ഞാൻ വിചാരിച്ചു ഇവിടെ വന്ന് സുനിലോട് പറഞ്ഞ് ശരിയാക്കി തരാമെന്ന്. ഞാൻ സ്വാമിച്ചേട്ടനോട് ഗിരിയോടും പറയാം. അയാളോട് നാളെ ഓഫീസിലേക്ക് വരാൻ പറ. ആ ഉപ്പ എവിടെ? ഹേമേ, ആ ഉപ്പ എവിടെയാ? ഇവിടെ എങ്ങും കാണുന്നില്ല. ഇവിടെ എങ്ങും ഇല്ലെന്നേ. എല്ലാം പേരെടുത്ത് ചിട്ടയോടെ വെക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കേക്കില്ല.